റെഡി. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങൾ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ശബ്ദം എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഒരു പെൻഡുലത്തിനെ കുറിച്ചുള്ള സംഭവമാണ്. പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു നൂലിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള ഒരു ബോൾ. ഒരു നൂല് വന്നിട്ടുണ്ട്, ആ നൂലിൽ ഒരു ബോൾ തൂക്കിയിട്ടുണ്ട്. ഇതിന് വിളിക്കുന്ന പേരാണ് പെൻഡുലം. ഓക്കെ, ഈ പെൻഡുലം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോളിനെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് വിട്ടാൽ, ഓക്കെ, ഈ ബോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വിട്ടാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ ആടൂലേ. അപ്പോൾ ഈ ആട്ടത്തിന് വിളിക്കുന്ന പേരാണ് ആവർത്തന ചലനം. അതായത് ഒരു സെക്കൻഡിൽ ഈ ബോൾ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരും. അപ്പോൾ ഒരു സെക്കൻഡിലല്ല, ഒരു പ്രത്യേക സമയത്ത് അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ഒരു വസ്തു വീണ്ടും വീണ്ടും ഒരു ചലനം ആവർത്തിക്കുന്നതിനെ വിളിക്കുന്ന പേര് ആവർത്തന ചലനം. അപ്പോൾ ഇങ്ങനെ ആവർത്തന ചലനത്തിലുള്ള ഈ വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഈ സ്ഥാനത്ത് നിന്ന് നമ്മളിങ്ങോട്ട് വലിച്ച് ഇത്ര ഭാഗത്ത് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ആയതി എന്ന് വിളിക്കും. ആയതി. അതായത് പെൻഡുലത്തിൻ്റെ കേസാണെങ്കിൽ ഈ നമ്മൾ എത്രത്തോളം ഇത് വലിച്ചിട്ടുണ്ടോ ആ ഒരു ദൂരത്തിൽ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ആയതി. അല്ലെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ എ കൊണ്ട് സൂചിപ്പിക്കും. അതിനെന്ത് നമ്മൾ മീറ്ററിലാണ് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, സൂചിപ്പിക്കാൻ യൂണിറ്റായിട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കേസിൽ പെൻഡുലത്തിൻ്റെ കേസിൽ പഠിക്കാനുള്ള സംഭവമാണ് ഇതിൻ്റെ എന്ത്, ആവൃത്തിയും. പെൻഡുലത്തിൻ്റെ ആവൃത്തിയും അതേപോലെ തന്നെ അതിൻ്റെ എന്തും പീരിയഡും. പെൻഡുലത്തിൻ്റെ ആവൃത്തിയും പീരിയഡ്. ഓക്കെ, ഈ രണ്ട് വാക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്തത് പഠിക്കാനുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സാണ്, HZ. ആവൃത്തിയുടെ യൂണിറ്റ് HZ, ഹെഡ്സാണ്. പീരിയഡിൻ്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ്, സമയമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആവർത്തി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു ഇതൊരു ആവർത്തന ചലനമാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ചലനമാണ്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നമ്മൾ ഇതിൻ്റെ ഒരു കമ്പനം അല്ലെങ്കിൽ ഒരു ദോലനം പൂർത്തിയായി എന്ന് പറയണമെങ്കിൽ ഈ സാധനം, ഈ ബോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും തിരിച്ചു വരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ദോലനം പൂർത്തിയായി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഇതിനെന്ത് ചെയ്യും, 2 തവണ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ ഒന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വന്നു, വീണ്ടും അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഒരു സെക്കൻഡിൽ 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അങ്ങനെ പോയിട്ട് 2 കമ്പനങ്ങൾ 2 ദോലനങ്ങൾ ചെയ്യുന്നുണ്ട്. കമ്പനങ്ങൾ 2 ദോലനങ്ങൾ ചെയ്യുന്നുണ്ട്, പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ആവൃത്തി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കേണ്ടതിൻ്റെ അളവാണെന്ത്, ആവൃത്തി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സെക്കൻഡിൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് 2 തവണ പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ, അതായത് ഒരു സെക്കൻഡിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, 2 തവണ ദോലനം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ് 2 തവണ ദോലനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്തേ കാര്യം, സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്ന സംബന്ധം വെച്ചാൽ ആവൃത്തി എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ 2 ദോലനം ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ ആവൃത്തി എന്തേ കാര്യം, 2 ഹെർട്സ് ആയിരിക്കും. അപ്പോൾ ആവൃത്തി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒന്നുമില്ല, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം. ഈ കേസിലാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ദോലനം ഉണ്ടാകുന്നുണ്ട്, 2 ദോലനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആവൃത്തി എന്താണ്, 2 ഹെർട്സ് ആണ്. ഇനി നേരെ മറിച്ച് പീരിയഡ് ആണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം നേരെ തിരിച്ചുള്ള പരിപാടിയാണ്. ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുത്തു? ഇവിടെ ഒരു സെക്കൻഡിൽ 2 ദോലനം ഉണ്ടായി. അപ്പോൾ ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര, ഈ ഒന്നിൻ്റെ പകുതിയിൽ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഒരു സെക്കൻഡിൽ 2 ദോലനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ദോലനം പൂർത്തിയാക്കാൻ ഈ ഒന്നിൻ്റെ പകുതി, അല്ലേ, അത് ഒരു സെക്കൻഡ് പകുതി പകുതി സെക്കൻഡ് എടുത്തുള്ളൂ. അതായത് 0.5 സെക്കൻഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 0.5 ഇവിടുത്തെ പീരിയഡ്. അതേപോലെ തന്നെ 2 ഹെർട്സാണ് ഇവിടുത്തെ എന്ത്, ആവൃത്തി. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന കാര്യം. ഓക്കെ, ഇതിന് പെൻഡുലവുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ആവൃത്തി പറഞ്ഞു കഴിഞ്ഞു, എന്ത് പറഞ്ഞു കഴിഞ്ഞു, ആയതി പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റുകൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കൂടുതലായിട്ട് ചിന്തിക്കുന്ന വലിയ പ്രശ്നമൊന്നുമില്ല, ശ്രദ്ധിക്കുന്നത്. ഇനി ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്, ആവൃത്തിയും പീരിയഡും തമ്മിലൊരു ബന്ധമുണ്ട്. ഓക്കെ, ആവൃത്തിയും പീരിയഡ് തമ്മിൽ ബന്ധം എന്ന് വെച്ചാൽ ആവൃത്തി നമ്മൾ പറഞ്ഞു സ്മോൾ ലെറ്റർ F ആണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പീരിയഡ് എന്ന് പറഞ്ഞാൽ T ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആവൃത്തി എന്ന് പറഞ്ഞാൽ F = 1/T എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. അതിപ്പോൾ നമുക്ക് പീരിയഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആവൃത്തി കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ, ഇപ്പോൾ നമ്മൾ ഈ കേസിൽ നോക്കി നോക്കുക. ഈ കേസിൽ പീരിയഡ് എത്ര, 0.5. ഓക്കെ, അപ്പോൾ 0.5 പീരിയഡ് നമുക്ക് തന്നു, എന്ത് തന്നിട്ടില്ല, ആവൃത്തി നമുക്ക് തന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ആവൃത്തി കണ്ടുപിടിക്കാൻ 1/0.5 ചെയ്താൽ മതി. 0.5/1, ഒന്നിൽ എത്ര 0.5 ഉണ്ട്, 2. അപ്പോൾ ഇവിടുത്തെ എന്തെന്നെ നമുക്ക് കിട്ടി, നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച സെയിം ആൻസർ നമുക്ക് കിട്ടി. ഇനി നേരെ നമുക്ക് തിരിച്ച് ആലോചിച്ചൊക്കെ, നമുക്ക് ഈ ഇക്വേഷൻ തിരിച്ച് ഇങ്ങനെ എഴുതാം, T = 1/F എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. അങ്ങനെ ഈ ഇക്വേഷൻ മുട്ടൊക്കെ ഈ കേസിൽ നമുക്ക് F തന്നെങ്കിലും T തന്നില്ല. F നമുക്ക് 2 തന്നില്ല, പക്ഷേ T തന്നിട്ടില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് 1/F ചെയ്താൽ 1/2, F എന്ന് പറഞ്ഞാൽ 2 ആണ്. 1/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1/2 എന്ന് പറഞ്ഞാൽ എന്താ, 0.5 സെക്കൻഡ്. അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർ രണ്ടാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം, F = 1/T എന്നുള്ളൊരു ഇക്വേഷനും അതേപോലെ തന്നെ T = 1/F എന്ന് പറയുന്ന ഇക്വേഷനും. ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ. ഇതാണ് ഇവിടെ എന്ത്, പീരിയഡ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ ആണല്ലോ.